നമസ്കാരം, ഞാൻ ഡോക്ടർ ഗോവിന്ദ് മോഹൻദാസ്, PRS ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ENT സർജൻ. നിങ്ങൾക്ക് മൂക്കടപ്പ് തോന്നിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്താണ് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം അല്ലെങ്കിൽ മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ്? മൂക്കിൻ്റെ പാലം, അതായത് മിഡ് ലൈനിൽ കാണുന്ന ഒരു പാർട്ടാണ് മൂക്കിൻ്റെ പാലം. അത് ഉണ്ടാക്കിയേക്കുന്നത് കാർട്ടിലേജും ബോണും കൊണ്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അത് പല രീതിക്ക് അതിൻ്റെ ഒരു ഡീവിയേഷൻ സംഭവിക്കാം. അതൊരു C ആകൃതിയിലാകാം, C ഷേപ്ഡ്, S ഷേപ്ഡ് ആവാം, S പോലെ വളർന്നിരിക്കാം. ആൻറ്റീരിയർ ഡിസ്ലൊക്കേഷൻ, ഫ്രണ്ട് പോർഷൻ മാത്രമായിട്ട് ഡീവിയേഷൻ വരാം, കോളർ ഡിസ്ലൊക്കേഷൻ എന്ന് പറയും. അതല്ലാതെ സ്പർ, അതായത് കാർട്ടിലേജും ബോണിൻ്റെയും ഒരു പോയിന്റിൽ വരുന്ന ഒരു കൂർത്ത മുന പോലെ മുമ്പിലേക്ക് തള്ളി നിൽക്കുക. ഈ മൂക്കടപ്പ് അല്ലാതെ തലവേദന സംഭവിക്കാം. ഈ സ്പർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ മൂക്കിന്ന് ബ്ലീഡിംഗ് ഉണ്ടാക്കാം. എപ്പിസ്റ്റാക്സിസ്, അതായത് ഈ കൂർത്ത മുന ലാറ്ററൽ വാൾ ഓഫ് ദ നോസ്, മൂക്കിൻ്റെ ഈ സൈഡ് ഭാഗത്ത് വന്ന് തട്ടി ഉരഞ്ഞിട്ട് അവിടുന്ന് ബ്ലീഡിങ് സംഭവിക്കാം. ഇതെങ്ങനെ ഉണ്ടാകുന്നു? ഇത് ജന്മന ഉണ്ടാകാം. ജനിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിനെ എടുക്കുമ്പോൾ വാക്യൂം കൊണ്ടും അല്ലാതെയും ഒക്കെ എടുക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് ഈ ഒരു ഡീവിയേഷൻ സംഭവിക്കാം. അതല്ലാതെ സ്പോർട്സ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റോ ട്രോമയോ അങ്ങനെ വേണമെങ്കിലും ഇത് സംഭവിക്കാം. ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ, അതായത് മൂക്കിൻ്റെ ഈ ഒരു ദ്വാരത്തിലൂടെ ഒരു ക്യാമറ അകത്തേക്ക് പാസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഒരു പ്രോപ്പർ ഡീവിയേഷൻ എവിടെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിന് സ്കാനിങ് ഉണ്ടോ? ഉണ്ട്. എക്സ്റേ PNS വാട്ടേഴ്സ് വ്യൂ എടുത്താൽ മനസ്സിലാകാം. CT PNS എടുത്താലും നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്.